ഞാൻ ഈ കഴിക്കുന്ന ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് സ്ഥലം ഏതാണെന്ന് ഏകദേശം മനസ്സിലായി കാണും. അത് തന്നെ കൊട്ടാരക്കര ഗണപതി അമ്പലം. ഇവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ വേറെ ഒന്നിനും പിടിച്ചിരിക്കാൻ പറ്റത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉണ്ണിയപ്പം കഴിക്കാൻ പോയ കഥ കേട്ടാലോ. എനിക്കാണെങ്കിൽ ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര കൊതി. അതും കഴിക്കുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ തന്നെ കഴിക്കണം. അപ്പോൾ എന്താ ചെയ്ത്, കിട്ടിയ ബസ്സും പിടിച്ച് രാവിലെ തന്നെ വിട്ട്. എങ്ങനെ വേറും കൈയോടെ ഇല്ലെന്ന് പുള്ളിക്കാരൻ നമ്മൾ വല്ലതും കൊണ്ടില്ലയോ എന്ന് നോക്കിയിരിക്കത്തില്ലേ. അപ്പോൾ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഒരു 5-6 തേങ്ങ വാങ്ങിച്ച്, എന്നിട്ട് നേരെ പോയി കാലും കഴുകി തേങ്ങയും കഴുകി അമ്പലത്തിൽ കയറി. തേങ്ങ ഉടച്ചിട്ടാണല്ലോ നമ്മൾ അമ്പലത്തിൽ കയറുന്നത്. തേങ്ങ ഉടയ്ക്കാൻ പോയപ്പോൾ എൻ്റെ കുഞ്ഞി ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു നെയ്യുടെയൊക്കെ ഭയങ്കര സ്മെല്ല്. പെട്ടെന്ന് തൊഴുതിട്ടിറങ്ങി റെസിപ്റ്റും വാങ്ങി ക്യൂ നിൽക്കാൻ പോയി. എന്താ വന്നാലും ഉണ്ണിയപ്പം വാങ്ങിയിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. എപ്പം ചെന്നാലും ഉണ്ണിയപ്പത്തിന് നല്ല തിരക്കാണ്. അങ്ങനെ ഉണ്ണിയപ്പം വാങ്ങി ഒരു 5-6 കവർ വാങ്ങി. എന്നിട്ട് അവിടെ ഇരുന്ന് തന്നെ കഴിച്ച്. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു സമാധാനമായത്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഉണ്ണിയപ്പം കുതിച്ചുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ എവിടെ പോയില്ലെങ്കിലും കൊട്ടാരക്കര വന്നിട്ട് ഗണപതിയുടെ ഉണ്ണിയപ്പം ഒന്ന് കഴിച്ചു നോക്കണം. എൻ്റെ പൊന്നേ, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ.